മൈജി അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇന്നലെ രാത്രി എന്റെ വീട്ടിലെ CCTV എടുത്ത് വിഷ്വൽസ് ആയത്. ഇതീ കണ്ടത് മഹിമയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കള്ളന്റെ മുഖം കാണാനുണ്ടോ? മോഷ്ടിക്കാൻ വന്നത് ഒരു പെണ്ണാണെന്ന് പോലും ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല. എന്താ സാറേ, ആ കൊച്ചിന്റെ പൊക്കവും മുടിയും കണ്ടാൽ മനസ്സിലാവൂലേ അതൊരു പെൺകുട്ടിയാന്ന്? എല്ലാ ആണുങ്ങൾക്കും തന്നെ പോലെ തോട്ടി പോലെ പൊക്കമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ മുടി നീട്ടി വളർത്തുന്നത് ആണുങ്ങൾക്കിടയിൽ ഒരു ഫാഷനും അല്ലേ? താനും മുടി നീട്ടി വളർത്തിയിട്ടില്ലേ? അപ്പൊ ഇത് മഹിമയല്ല നിങ്ങൾ ഉറപ്പിച്ചോ? അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അത് ആര് വേണമെങ്കിലും ആകാന്നാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ മഹിമയെ വിളിച്ച് ചോദ്യം ചെയ്യണം. ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ അനിത പലതവണ മഹിമയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് ഞങ്ങൾ നാണം കെട്ടതാണ്. അതൊക്കെ ഇവൾ ചെയ്തത് ഗോപാൽജി പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയും നിങ്ങളുടെ വാക്ക് കേട്ട് നാണം കെടാൻ ഇവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത്രയും വ്യക്തമായ തെളിവുകൾ തന്നിട്ടും നിങ്ങൾക്ക് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല അല്ലേ? അതിന് എന്ത് തെളിവാ നിങ്ങൾ തന്നത്? ഒരാള് നിങ്ങളുടെ വീടിന്റെ മതിൽ കയറിയിരിക്കുന്നതിന്റെ വീഡിയോ ആണോ തെളിവ്? അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ട് കൂടിയില്ല. പിന്നെ എന്തിന്റെ പരാതിയാ ഞങ്ങൾ എടുക്കേണ്ടത്? അപ്പോ മോഷണം നടക്കുന്നവരെ നിങ്ങൾ ഒന്നും ചെയ്യില്ല അല്ലേ? ഇവർക്കൊന്നും ഈ തെളിവ് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഗോപാൽജി. മഹിമയുടെ മുഖം ഈ വീഡിയോയിൽ കണ്ട അതിനെ മോർഫ് ചെയ്താണെന്ന് പറഞ്ഞ് ഇവര് തർക്കിക്കും. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കുക എന്നതാ ഇവരുടെ ലക്ഷ്യം. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് അവളെ ശിക്ഷിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നത്. നിങ്ങൾക്ക് തന്നെ നിയമത്തിന് വിലയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി അവളെ എന്റെ കൈ കിട്ടിയാല് എങ്ങനെ ശിക്ഷ നടപ്പാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തനെന്താ ഭീഷണിപ്പെടുത്തുവാണോ? എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച തനിക്കെതിരെ ഈ സ്റ്റേഷനിൽ തെളിയിക്കാതെ കിടക്കുന്ന എല്ലാ കേസുകളും തന്റെ തലയിൽ കെട്ടിവെച്ച് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ തന്നെ പെരുമാറിയ മുട്ടുകാലിലെഴഞ്ഞേ താൻ ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും. സാറേ, സ്റ്റേഷനിൽ മാന്യമായിട്ട് പരാതി പറയാൻ വന്നൊരു പൗരനോട് ഇങ്ങനെയാണോ സാറേ പോലീസായിട്ട് പെരുമാറേണ്ടത്? സ്റ്റേഷനിൽ കയറി വന്ന് പോലീസുകാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നവരോട് സാധാരണ ഞങ്ങള് ഇത്ര മാന്യമായിട്ടല്ല പെരുമാറുന്നത്. പരാതി പറയാൻ വന്നത് മോളെ, മഹിമ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അവളെ എത്രയും പെട്ടെന്ന് തടയുന്നതാണ് നല്ലത്. ഗോപാൽജി മഹിമയെ പിടിച്ച് എന്തെങ്കിലും കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ അവളുടെ ഭാവി പോകും. മോളവളോട് സംസാരിച്ച് കാര്യം മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല സർ. എന്നാലും പരമാവധി ശ്രമിച്ചു നോക്ക്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. മോള് അവളെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കേ.